സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 29 വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുകയാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പലരും അവരുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അത് അവിടെ കാണിച്ചാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാൻഡിഡേറ്റ്സ് പലരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വെച്ചവർ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് ആയാലും കളർ പ്രിൻ്റ് ഔട്ട് ആയാലും ഏതായാലും കുഴപ്പമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലോ കളർ പ്രിൻ്റ് ഔട്ട് ഏതെങ്കിലും ഒരു പ്രിൻ്റ് ഔട്ട് നിർബന്ധമാണ്. അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമാണ്. മാത്രമല്ല, അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൂടി ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിയൽ രേഖയിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ചിരിക്കണം. നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്ത അതേ ഫോട്ടോ തന്നെ ഈ രേഖയിലും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഏതൊക്കെ രേഖകളാണ് എന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്ത സമയത്ത് അവിടെ കാണിച്ചിരുന്നു. അഡ്മിറ്റ് കാർഡിലും മിക്കവാറും ആ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ, അതായത് നിങ്ങൾ കൊണ്ടുപോകുന്ന നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനലും അഡ്മിറ്റ് കാർഡുമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻ്റ് പേനയും പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാം. ഉത്തരം മാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ബോൾ പോയിൻ്റ് പേന നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതേസമയം മറ്റ് ബുക്കുകളോ പേപ്പറുകളോ പെൻസിൽ ബോക്സ്, കാൽക്കുലേറ്റർ, ഡിജിറ്റൽ വാച്ച്, ക്യാമറ, പെൻ, ഇയർഫോണ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നവരുണ്ടാവും. മൊബൈൽ ഫോൺ കൊണ്ടുപോയാൽ തന്നെ അത് എല്ലാ എക്സാം സെൻറ്ററിലും അത് കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്കിൽ അത് കീപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഇനി ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ എക്സാം തുടങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. സിയുടെ നിർദ്ദേശത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് അതാത് സെൻറ്ററുകളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് 12 മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ 12 മണിക്കുള്ളിൽ നിങ്ങൾ ആ എക്സാം സെൻറ്റർ എവിടെയാണോ ആ സെൻറ്ററിൽ ഹാജരായിരിക്കണം. ഫാർമസി പരീക്ഷയ്ക്കും ഇതേപോലെ തന്നെയാണ്. എപ്പോഴാണോ നിങ്ങളുടെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് ആ ഷെഡ്യൂളിൻ്റെ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ അതാത് സെൻറ്ററിൽ ഹാജരായിരിക്കണം. ഇത് മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് നോക്കാനുണ്ടാവും. അത് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നല്ല, ഇതിൻ്റെ ബയോമെട്രിക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ബയോമെട്രിക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാൻ അല്പസമയം ഒരു പക്ഷേ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നേരത്തെ കണ്ട് പോയിരിക്കണം. ചിലപ്പോൾ നേരത്തെ കണ്ടിട്ട് നേരത്തെ ആ ഇതിലെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട സമയം ഈ ഒരു വെരിഫിക്കേഷൻ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി പ്രത്യേകമായിട്ട് ഒരു ഡ്രസ് കോഡ് കീം പരീക്ഷയ്ക്ക് ഇല്ല. നീറ്റിനൊക്കെ നിങ്ങൾക്ക് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടാവും. അതേസമയം കീം പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ഡ്രസ് കോഡും ഇല്ല. സിമ്പിളായിട്ടുള്ള ഏത് ഡ്രസ്സും ഇട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്.
ഓർണമെൻറ്റ്സ് ചില സെൻറ്ററുകൾ ചിലപ്പോൾ നിങ്ങളോട് അഴിച്ചു വെക്കാൻ പറയാൻ സാധ്യതയുണ്ട്. ഓർണമെൻറ്റ്സ് ഇടാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, കീമിൻ്റെ പ്രോസ്പെക്ടസിൽ എവിടെയും അങ്ങനെ ഒരു നിർദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ ഓർണമെൻറ്റ്സ് കഴിവതും ഒഴിവാക്കി പോവുക. അതേസമയം ചില ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഓർണമെൻറ്റ്സ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യണം എന്ന് നിർബന്ധവും ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദൂരെയുള്ള പരീക്ഷാ സെൻറ്ററുകളിലേക്ക് പോകുന്നവർ നേരത്തെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ട്രാഫിക് ബ്ലോക്ക്, അതേപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ അവസ്ഥ, ഇതിനൊക്കെ അനുസരിച്ച് നേരം വൈകാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ അതാത് സെൻറ്ററുകളിൽ എത്താൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സെൻറ്റർ നിങ്ങൾക്ക് അറിയാവുന്ന സെൻറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിക്ക സെൻറ്ററുകളും റോഡ് സൈഡിൽ തന്നെ അല്ലെങ്കിൽ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സെൻറ്ററുകളാണ്. എന്നിരുന്നാലും സെൻറ്ററുകളുടെ ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ചില ലൊക്കേഷൻസ്, ചില സെൻറ്ററുകളുടെ പേര്, ആ ലൊക്കേഷൻ ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല, എക്സാക്റ്റ് സ്പോട്ടിലായിരിക്കില്ല, അവിടെ പറഞ്ഞ ആ സ്ഥലത്തായിരിക്കില്ല ആ ഒരു എക്സാം സെൻറ്റർ നിൽക്കുന്നത്. അവിടുന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഗതിയിൽ ആ എക്സാം സെൻറ്റർ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഇതിലും പോകണം എന്ന് ഉപദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാം സെൻറ്ററിൽ നിങ്ങൾ എത്രയും നേരത്തെ എത്തുന്നോ അത്രയും നിങ്ങൾക്ക് ആ തരത്തിലുള്ള ടെൻഷനുകൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നത്. ഇനി ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, എക്സാമിനെ പറ്റിയുള്ള ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ പരീക്ഷയിൽ കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. ഇത് സാധാരണ പോലുള്ള ഒരു എൻട്രൻസ് എക്സാമാണ്. ഇത് കിട്ടിയില്ല എങ്കിൽ അടുത്ത വർഷം എഴുതി വീണ്ടും ഇതിൽ ചാൻസ് പരീക്ഷിക്കാം എന്നോ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകാമെന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് പോകാമെന്നോ, അല്ലെങ്കിൽ റിപ്പീറ്റിന് പോകാമെന്നോ അങ്ങനെയുള്ളൊരു മനസ്സിലേക്ക് മാറാം. കാരണം ഇത് കിട്ടിയില്ല എങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് കോളേജിൽ പോയി, എൻജിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ ഫാർമസി ആണെങ്കിൽ ഫാർമസി കോളേജിൽ പോയി ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം തുടർന്ന് കൊണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു എൻഡ് അല്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. എക്സാമിന് നേരത്തെ ഈ ചാനലിലൂടെ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്കും ഒരു റോങ് ആൻസറിന് 1 മാർക്ക് കുറവും മൈനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. പരീക്ഷയ്ക്ക് എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ ആകെ നോർമലൈസ്ഡ് മാർക്ക് 10 മാത്രം മതി എന്നുകൂടി മനസ്സിലാക്കാം. അപ്പോൾ വളരെ സുന്ദരമായിട്ട്, വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ എക്സാമിനെ നേരിടുക. എക്സാം കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു. വീഡിയോ വായിച്ചതിന് നന്ദി, നമസ്കാരം.